ഒരു ENT ഡോക്ടർ എന്ന നിലയിൽ ഒരു പേഷ്യന്റിന്റെ കേൾവിശക്തി കൃത്യമായി വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഒരു ENT OPയിൽ വളരെ കോമൺ ആയി പേഷ്യൻസ് പ്രസന്റ് ചെയ്യുന്ന ഒരു കംപ്ലൈന്റ് ആണ് കേൾവിക്കുറവ്. കേൾവിക്കുറവ് പല കാരണങ്ങൾ കൊണ്ടാവാം. അതായത് ചെവിയിൽ വാക്സ് ഇരിക്കുന്നത് മുതൽ ഇയർ ഇൻഫെക്ഷൻ മുതൽ ഇന്നർ ഇയറിലെ നരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ആകാം ഇതിനുള്ള കാരണങ്ങൾ. കേൾവിക്കുറവുമായി വരുന്ന ഒരു പേഷ്യന്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്ററി എടുക്കും, ഹെഡ്ലൈറ്റ് എക്സാമിനേഷൻ, ഓട്ടോസ്കോപ്പ് വെച്ചുള്ള എക്സാമിനേഷൻ, ആവശ്യമെങ്കിൽ എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻ ഇതെല്ലാം ചെയ്യും. അതോടൊപ്പം ഒട്ടും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഇവാലുവേഷനാണ് ഓഡിയോളജിക്കൽ ഇവാലുവേഷൻ. അതിൻ്റെ ഭാഗമായി പ്യുർ ടോൺ ഓഡിയോമെട്രി, ഇംപീഡൻസ് ഓഡിയോമെട്രി, കുട്ടികളിലുള്ള ഹിയറിംഗ് ഇവാലുവേഷൻ ആണെങ്കിൽ OAE, ബെറ തുടങ്ങിയ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെ നമ്മൾ എന്ത് തരം കേൾവിക്കുറവാണ്, അതിന്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഹിയറിംഗ് എയ്ഡ് ആവശ്യമുള്ള കണ്ടീഷൻസിൽ ഹിയറിംഗ് എയ്ഡ്, മെഡിക്കൽ മാനേജ്മെന്റ്, മരുന്നുകൾ കൊണ്ട് മാറുന്ന കണ്ടീഷൻ ആണെങ്കിൽ മരുന്നുകൾ, സർജറി ആവശ്യമുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ സർജറി, ഇങ്ങനെയാണ് ഇതിന്റെ മാനേജ്മെന്റ് ചെയ്യുന്നത്.